വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. തുടർന്ന് കണ്ട ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. സോ ഇന്ന് നമ്മളെ വീട്ടിൽ പുതിയൊരു ഗസ്റ്റ് വരാൻ വേണ്ടി പോവാണ്. ആരാണ് ആ ഗസ്റ്റ്? ആരായിരിക്കും ആ ഗസ്റ്റ്? നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എൻ്റെ രണ്ടാമത്തെ ബ്രദർ വരാൻ വേണ്ടി പോട്ടെ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട്, എൻ്റെ രണ്ടാമത്തെ ബ്രദറിനെ തീരെയും കാണിക്കുന്നില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ദുബായിലായതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മളിപ്പോൾ ഓനിപ്പോൾ വരട്ടെ. ഞാൻ അവനെ തിരൂരിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മളെ വീടിൻ്റെ ഇതൊക്കെ മാറ്റാൻ വേണ്ടി പോവാണ്. ഇതാണ് പുതിയാപ്പിളക്കുള്ള റൂം ഇട്ടാ. ഇതൊക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് അഭിമാനം അല്ലാണ്ട് ഞാൻ അടിച്ചായിരുന്നു. അത് മാറ്റിയിട്ട് വേറെ മോഡലാക്കാൻ വേണ്ടി പോവാണ്. ബെഡ് ഇവിടെ സെറ്റാണ്. അലമാര ഇപ്പോൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബാത്റൂം ബാത്റൂം വൃത്തി ഉണ്ടാവൂല. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ചോദിച്ച് മടുത്തിട്ടുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് കിട്ടുന്നതായിരിക്കും. പുയ്യാപ്പിളപ്പ് വരുന്നതായിരിക്കും. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി മുതൽ സ്ഥിരമായിട്ട് നമ്മൾ കല്യാണ വീഡിയോസ്, കല്യാണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മറ്റേ നൗഫലിടുന്ന പോലെ ചക്കരൻ്റെ കല്യാണ വീഡിയോ അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഫുൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫുൾ ചക്കരൻ്റെ കല്യാണമാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഷിയാബാക്കാൻ്റെ കല്യാണം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ കൊച്ചത്തെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചിരുന്നായിരിക്കും. അപ്പോൾ നമ്മളെ പുതിയാപ്പിള വരുന്നത് ഇവിടെ കാണുന്നില്ല. ഇതിൻ്റെ ഏട്ടൻ കേട്ടാ, അൻസാർ. ഇതിൻ്റെ ഏട്ടൻ അത് നൗഫലും. വെൽക്കം പുതിയാപ്പിള, വെൽക്കം. നൗഫിൽ വെക്കുന്നു. ഹായ്, ഒരു ഹായ് കാണിച്ചു കൊടുക്കും. ക്യാമറ കേക്കടു. അതിന് വെളുത്തിക്കണില്ലേ പുതിയാപ്പിള? അല്ലോ, ഗൾഫ് ഒന്നും വേണ്ടത് ടർമ്മ പറഞ്ഞത്. പുതിയാപ്പിള ഇതപ്പം വന്നിരിക്കുന്നു. ഇപ്പൊരു വലിയൊരു ബാഗൊക്കെ ഉണ്ട്. അപ്പോഴതാ ഗസ് കെട്ട് റെഡി ആയിരിക്കുന്നു. അവിടെ നേരമ്പളൊക്കെ നമുക്ക് ഫോട്ടോ അപ്പോഴേ ശരിയാവുള്ളേ. ഞാൻ കുറച്ച് ഹൈറ്റ് കുറക്കണം വേണ്ടല്ലേ? അൻസാർ കുറച്ച് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് നോക്കി ചെങ്ങായി. അവിടെ കാട്ടില്ല, ഒന്നും കൂടെ പവർ ആയിട്ട് നിൽക്കണം. അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ചൂട് എങ്ങനെയുണ്ട്? പുതിയാപ്പിളോട് എന്തെങ്കിലും പറഞ്ഞു. പുതിയാപ്പിളോട് ഒരു വിശ്വസ് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ട് ചേട്ടാ. പുതിയാപ്പിള ഇതാണ് നമ്മുടെ പെട്ടിട്ടാ. ഇതിരിക്കുന്ന പെട്ടി ഷിഹാബ്, അബ്ദുൽ ഷിഹാബ് എഴുതി കണ്ടില്ലേ? അബ്ദുൽ ഷിഹാബ് എന്നാണ് ഇക്കാക്കാൻ്റെ പേര്. ഞങ്ങളുടെ പേരിൽ മാത്രം ഹബീബ് വി പി എന്നുള്ളൂ. എന്തായിരിക്കും? ഞാൻ ആ എക്സൈറ്റ്മെന്റിലാണ്. എനിക്കിതിലൊരു ഷൂ ഇട്ടിട്ടാ. ഞാൻ അതിന്റെ സന്തോഷത്തിലാണ്. ഇതിപ്പോ പൊട്ടിച്ചാൽ അത്രയും സന്തോഷം. ലുക്ക് അയക്കണ്ട, അടിപൊളി അയക്കണേ. വായി ഒരു സംഭവം കാണിച്ചു തരാം. ഒരു സംഭവം കാണിച്ചു തരാം. ഒരു സംഭവം കാണിച്ചു തരാം. പേരൊന്നും ഇഷ്ടപ്പെടുന്ന ഞാൻ നട്ട് പറഞ്ഞത്. അടിപൊളിയായില്ലേ? റൂമ് സെറ്റ് ആയില്ലേ? ഇവിടേക്ക് നോക്ക്, എഴുതേ ഫുൾ പവറായി, ലുക്കായി. അങ്ങനെയൊന്നും പറയരുതേ, പേരൊക്കെ സൂപ്പറാണ്. എല്ലാ വർഷവും എല്ലാവരും വെട്ടി ഞാൻ തന്നെ പൊളിക്കും. ഇത്ര വർഷമായിട്ട് അത് വേറെ ആക്കി ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ തന്നെയാണ് വെട്ടിക്കാൻ വേണ്ടി പോണത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെട്ടിയാണ് എന്നത്. എനിക്കൊരു പ്രതീക്ഷയോട് കൊടുക്കുക. അതിനൊക്കെ സാധനം ഉണ്ട് കേട്ടാ. ഒരു ഷൂ ഇതിനുള്ളിൽ അല്ല, ഷൂ പറയുന്ന സസ്പെൻസ്. ഞാൻ പുതിയാപ്പിളിനോട് പറഞ്ഞിരുന്നു എനിക്ക് ഷൂ വേണം. അല്ലേ, എൻ്റെ ഷൂ ഇവിടെ റെഡിയാണ്. അല്ല സംഭവം സെറ്റല്ല. എന്താ കട്ടിയുള്ള ഷൂ, കാരണം ഞാൻ ഹൈറ്റ് കുറവല്ലേ. അപ്പോൾ പിന്നെ ഒരു ഹൈറ്റുള്ള ഷൂ തന്നെ വേണമെന്ന് പറഞ്ഞു. സംഭവം ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇപ്പം എൻ്റെ അടുത്ത ബ്രദർ വന്നിട്ടുണ്ടാ. ഞാൻ കാണിച്ചു തരാം, വീട്ടിൽ എടുത്ത് കാണിച്ചു തരാം. മക്കളെ ഇതാ വരുന്നിട്ട് അടുത്ത ബ്രദർ ഇതാ വന്നു. അല്ലേ, പക്ഷെ നല്ല മെല്ലിയ കിട്ടാ. ആ, അടിപൊളി മെല്ലിക്കണ്. നമ്പർ ഓഫ് ദ വേർഡ് ആയിരിക്കണ ഏജ്. അത്ര പ്രാവശ്യം എന്താ പറയാ അത്രയും പോണത്. ഇത് ഞാൻ പിടിച്ച് തന്നെ ആട്ടാ കൊടുന്നത്. ഏത്
രണ്ട് വണ്ടിയിലായിട്ടോ വന്നിട്ടുള്ളത്. അതാ മറ്റാളാണ് വേറെ സാധനമൊക്കെ എടുത്തെടുക്കുന്നത്. ഇന്നലെ വന്നാള്. ഹായ് ഗൈസ്, മുടിയൊക്കെ സെറ്റായല്ലോ. ചർച്ച കേട്ടോ സമാനെ 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 സമാൻ. ആ തുറക്കാൻ പറ്റണ്ട. ഷെബറാക്കാൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിരിക്കുന്നു. അതാ വണ്ടി കയറ്റുന്നു. എന്താണ് 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 ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ കാണാറൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. തുടർന്ന് കാണാൻ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വ്ളോഗാണ്. ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കാണാൻ പറ്റുള്ളൂ കേട്ടോ. എന്ത് വ്ളോഗാന്ന് പറയും, ഇതൊരു കല്യാണം പറച്ചിൽ വ്ളോഗാണ്. നമ്മളെ അടുത്ത് കിടക്കുന്ന കുടുംബക്കാർക്ക് മാത്രമല്ല കേട്ടോ. ചെറിയൊരു കല്യാണം ആയതുകൊണ്ട് നമ്മളെ അടുത്ത് കിടക്കുന്ന കുടുംബക്കാർക്ക് മാത്രമല്ല കേട്ടോ ഈ കല്യാണം. അപ്പോൾ നമ്മളെ കുടുംബക്കാരെ വീട്ടിലൊക്കെ കല്യാണം പറയാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഉപ്പും കൊണ്ടാണ് കല്യാണം പറയാൻ വേണ്ടി പോണത്. എൻ്റെ കല്യാണം അല്ല കേട്ടോ, എൻ്റെ ഇക്കാക്കാൻ്റെ കല്യാണം. എനിക്ക് രണ്ടാമത്തെ ഒരു ബ്രദറുണ്ട്. ആ ബ്രദറിനെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ മൂത്ത ബ്രദറാണ് എന്നിട്ട് ഏറ്റവും കൂടുതൽ കമ്പനി ഇട്ടാ. പക്ഷേ ഈ ബ്രദർ അങ്ങനെ കമ്പനിയല്ല. സോ ഞങ്ങൾ കല്യാണം പറയാൻ വേണ്ടി പോട്ടെ. എങ്ങനെ ഉണ്ടാവും കല്യാണം പറച്ചിലൊക്കെ ആദ്യമായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകണത്. അപ്പോൾ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് അങ്ങ് പറഞ്ഞ് കല്യാണം പറഞ്ഞ് പോകാൻ വേണ്ടി പോണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഈ വ്ളോഗ് കിട്ടാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാറ് കേട്ടോ. ആദ്യം കല്യാണം പറയാൻ വന്നിട്ട് ആരെ വീട്ടിക്കാ? ഷാനുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ കല്യാണം വേണമെന്ന് നിൽക്കണ്ട. ആ നടന്നോടി എടാ, ക്ലാസ് ഇല്ല എനിക്ക്, വെക്കേഷൻ അല്ലേ. ഇതെന്റെ കമ്പനിക്കാരനാ. അവന്റെ പേരെന്താ? അല്ലു. ഇവിടെ വായ ഫൈസി വന്ന പട ഹബീബേന്ന് വിളിച്ചിട്ടുണ്ട്. ഫൈസി മാറിക്കാണ് അല്ലേ? എന്താണ് ഫൈസി? എന്താണ് ഷാനു വീഡിയോ കാണലുണ്ട്? ഷാനു എങ്ങനെയുണ്ട് വീഡിയോ ഒക്കെ പോണ്? കല്യാണത്തിന് വരുവോ? പുറത്തൂര് നമുക്ക് കല്യാണം വൈബാക്കണ്ടേ? നമുക്ക് വ്ളോഗൊക്കെ എടുക്കണ്ടേ? കല്യാണത്തിന് സെറ്റാക്കണ്ടേ? ഫുൾ സെറ്റാക്കണം. എങ്ങനെ ശരിക്കും പറഞ്ഞ വീട് കല്യാണം നമ്മൾ ഫുൾ യൂട്യൂബിൽ തരംഗാക്കി മാറ്റും. ഓക്കെ, ന്യൂ നോർമൽ കല്യാണം അല്ല, പുതിയ വെർഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് 3 ചങ്കളട്ടാ. അല്ല, ഇത് 2 ഫ്രണ്ട്സുകളാണ്. എൻ്റെ പേരെന്താണ് ഫൈസിയെ? പറഞ്ഞു കൊടുക്ക്. പറയടാ, ഫൈസി പറ. ഹബീബ്. എന്താ പറയണ? ഹബീബി കം ടു ദുബായ്. അതെ, ഞാൻ ഖത്തറിലായിരുന്നു. എവിടെ കൺമിഷിട്ടുള്ളത്? അത് ലുക്കാണ്, എന്റെ ഗ്ലാമറാണ്. മനസ്സിലായ? എന്തോ പറയണ്ടല്ലോ ഫൈസി. എന്താ പറഞ്ഞേ? ഇപ്പൊ ഭയങ്കര നാളട്ടാ. കുറച്ച് നേരത്തെ സെറ്റായിരുന്നു, ഇപ്പൊ ഭയങ്കര നാളം വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് ഫുഡ് ഇട്ടിരിക്കണത് ഒരുപാട് സാധനങ്ങളുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിട്ടാ ഇങ്ങോട്ട് വരുന്നത്. ഇതാണ് അമ്മായിൻ്റെ ആദ്യത്തെ വീട്. ഇപ്പോൾ ഈ വീട് അവർ വിറ്റിട്ട് പുതിയ വീട്ടിലേക്ക് മാറിയിട്ടാ. ഇതായിരുന്നു ഇവിടുത്തെ ഒരു ഓടിട്ട വീടായിരുന്നു. സെറ്റാക്കിയിരിക്കും. ഇവിടെയൊക്കെ ഫുള്ള് വീടായിട്ടാണ്. ഞാൻ ഇവിടെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര മാറ്റം ഇവിടെയൊക്കെ. ഞാൻ എന്തായാലും പോട്ടെ, കാണിച്ചു തരാം. അതിൻ്റെ തതാക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേക വീഡിയോ എടുക്കണത്. അന്ന് തതൊക്കെ ഇവിടെ ഇരുന്നുണ്ടായിരുന്നത്. ഞാനിങ്ങോട്ട് ചെറുതായ സമയത്തൊന്നും അറിയണ്ട. ഞാൻ ആദ്യമായിട്ട് ചാർജറിൻ്റെ കഥ കേൾക്കണത് ഇവിടെ നിന്നാണ്. ഈ കാണുന്ന വീട് നമ്മളെ കുടുംബക്കാരെ വീട് കേട്ടോ. ഈ വീടും അതുപോലെ തന്നെ ഈ വീടും വീട്ടിൽ ഞങ്ങൾ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ്. ഇതാണ് പൊന്നാനി പറങ്കളിപ്പ്. ഇതാണ് പറങ്കളിപ്പ് എന്നാണ് ഈ സ്ഥലത്തിന് പറയട്ടോ. ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ അമ്മായിൻ്റെ വീട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് സ്പെഷ്യൽ ചക്കരമത്തൻ ജ്യൂസ് കിട്ടിയിരിക്കണ്ട. ഭയങ്കര ചൂടാണ്. 1.5 ചൂടാട്ടാ. നമ്മുടെ അമ്മായി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ട്. ആദ്യം വിളിച്ചു പറയാനായിരുന്നു, ഇവിടുന്ന് ചോറ് കഴിക്കായിരുന്നു. ഇതാണ് അമ്മായി സ്പെഷ്യൽ
ചോറിട്ടാ. ഞാൻ കുറച്ച് ചോറ് മാത്രം പേരിന് കഴിക്കണുള്ളൂ. അപ്പോൾ തന്നെ ചെമ്മീൻ കറി കേട്ടാ, അടിപൊളി ചെമ്മീനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മളിവിടുത്തെ പുതിണിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ ചെമ്മീനാട്ടാ. അപ്പോൾ അതിനെ മുട്ട പൊരിച്ചതുകൊണ്ട് നേരെ പീസ് എടുക്കട്ടെ. ഞാൻ ചോറ് കഴിക്കണ്ടെന്ന് വിചാരിച്ചാണ്, പിന്നെ കുറച്ച് ചോറ് കഴിക്കാൻ തീരുമാനിച്ചിട്ടാണ്. കാരണം വർഷങ്ങളായി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാൻ തീരുമാനിച്ചേട്ടാ. അതുപോലെ തന്നെ ഇതെന്താ സാധനം? മെത്തട് മെത്തലുണ്ട്. ഇതിന് മുള്ളൻ, ഇവിടെ എന്താ പറയല്? മുള്ളൻ ചൂടാ. നമ്മളടുത്തിന് പറയാം മെത്തൽ എന്നാട്ടോ പറയാം. അത് കുറച്ച് നീക്കണം. അമ്മായി എന്ത് നാറിപ്പൂത്തത്? ഇതാട്ടോ അമ്മായി, അമ്മായിന്റെ സ്പെഷ്യൽ കറിയാണത്. സ്പെഷ്യൽ കറി നെയ്ച്ചോറല്ല. ഇതെന്താണ്? ഇതെന്താ കടുംപുളി എന്നാണ് പറഞ്ഞത്. കടുമാങ്ങ എന്ന് പറഞ്ഞത്. കടുമാങ്ങ ഇട്ട അച്ചാർ ഇട്ടാ. അതാർക്കും മുട്ടെടുക്കല്ല, നമ്മള് യൂട്യൂബിൽ വേണ്ടി ഞാൻ എടുക്കേണ്ട വീഡിയോ ആണത്. ഇപ്പഴൊന്നും ഇടൂല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഇൻഷാല്ല. അപ്പൊ അമ്മായി ഉണ്ടാക്കണ എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റ് ആട്ടാ. അപ്പൊ എല്ലാവരുടെ കല്യാണത്തിന് വരാൻ വേണ്ടി പറയും കൂടെ പ്രത്യേകം. എല്ലാരും കല്യാണത്തിന്, രണ്ടാമത്തെ മോന്റെ കല്യാണം. അപ്പൊ എല്ലാരും നേരത്തെ കാലത്ത് വരാം. ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടാ. 2 മണി ചോറ് ചേട്ടുള്ളൂ പേരിന് മാത്രം. കാരണം ഞാൻ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചല്ലേ. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യം എത്ര വീടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വരുന്ന സമയത്തൊന്നും. ഇപ്പൊ ഒരുപാട് വീടായിരിക്കുന്നു. ആദ്യം വരെ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകം പറയാൻ വേണ്ടി അമ്മായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു അമ്മായിൻ്റെ വീട്ടിൽ വന്ന് കേട്ടോ, ഒരാളുടെ ഇവിടെ ഇപ്പി അമ്മായിന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമുക്കിവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും. കണ്ടാൽ ഞെട്ടിപ്പോവാ ഗസ്റ്റിനെ കണ്ടാല്. കാത്തിരുന്ന ഗസ്റ്റ് വന്നിരിക്കുന്നു. ഇവിടെ വാ. അറിയോ? എങ്ങനെ അറിയും? എങ്ങനെ അന്നെ അറിയാ? എന്നെ അറിയോ? എങ്ങനെ അറിയത്? പറ. ഇവിടെ വാ. സൈക്കിളൊക്കെ മേടിച്ചല്ലേ? പുതിയ സൈക്കിള് ഇതായിരുന്നേട്ടാ. ഞങ്ങളെല്ലാരും കൂടെ കൂട്ടിട്ട് ഏർവാടി പോയത്. നമ്മളെവിടുന്നാണ് പരിചയം? ഇവിടെ വാ. പുറത്തു കൂടാ. നമ്മളെങ്ങനെ പരിചയം? എങ്ങനെയാണ് പരിചയം? പറഞ്ഞെടുക്ക്. എങ്ങനെ കണ്ടിട്ടുണ്ട്? എന്നെ തല എവിടെ പോയത്? എന്തിനു ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയത്? അത് ശരി. എന്താണ് പെരുന്നാളായിട്ട് എങ്ങനെ ട്രിപ്പ് പോയില്ല? ഞാനുള്ള സമയത്ത് ചെറുതായിരുന്നിട്ട് അപ്പൊ കുറച്ച് വലുതായി പോയിക്കട്ടെ. പിന്നെ കുറച്ച് നാളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ വാ. നമ്മള് കൊറേ മുന്നേ ഫോട്ടോ എടുത്തിട്ടില്ലേ? എവിടുന്ന എടുത്ത നമ്മള് ഫോട്ടോ? മുന്നെടുത്ത് എവിടുന്ന ഫോട്ടോ? അറിയില്ലെന്നാ? എവിടുന്ന എടുത്ത എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഏർവാടിന്ന് ഫോട്ടോ എടുത്തില്ലേ? ഏർവാടി പോയത് എനിക്ക് ഓർമ്മയില്ല. ഇതിന്റെ കൈ പിടിച്ചൊക്കെ നടന്ന എനിക്ക് ഓർമ്മയില്ലേ? ഒക്കെ ഇജ്ജ് മറന്ന്. ഇജ്ജ് വല്യക്കനായപ്പൊക്കെ മറന്നു പോയി. ഇത് വീട്ടിലാണ് ഉമ്മമാനെ കണ്ടേ. ഇവന്റെ കാലത്ത് നല്ല കമ്പനി. ഇപ്പൊ ഒന്നും മുണ്ടണില്ലവൻ. ഏത് വീട്ടിലാണ് ഉമ്മമാനെ കണ്ടേ? അതെന്റെ വീട് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കണം കേട്ടോ അവര്. കണ്ട ഏതിലായി കണ്ടോ? പറഞ്ഞെടുക്കേ. അതറിയില്ല. കണ്ട ഗൈസ്, ഞാനിപ്പോ ജിമ്മിലുള്ള കേട്ടോ. നമ്മുടെ പാർട്ട്ണർ അങ്ങനെ ബൈസിന് കളിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല സൈസൊക്കെ തരും കേട്ടോ. ഇവന് എന്ത് കിടക്കും? 10 രൂപയുടെ പുഴുങ്ങിയ മുട്ട ചോദിച്ചപ്പോൾ എന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഐഫോണാണ്, എന്നിട്ട് പോലും അദ്ദേഹം എന്നോട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഞാനൊരു ജിമ്മ് ചെയ്യുന്ന ഒരു ചെക്കനായിട്ട് പോലും ഒരു പോഷകത്തിന്റെ ഒരു 10 രൂപയുടെ മുട്ട ചോദിപ്പോൾ എന്റെ ചെക്കൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, നാളെ തരാം. നാണമുണ്ടോ ഇങ്ങനെ പറയാൻ? നാളെ വാഗ്ദാനങ്ങൾ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ നാളെ നീളെ ഡൊമാസ്റ്റിക് വേടിയാട്ടത് അല്ലേ? എന്താ വർത്തമാനം അറിയോ? എന്റെ മോനും പോയി അങ്ങണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയെന്ന് ഒന്നും കൂടെ മനസ്സോക്കെ അല്ല അടി.
ഇപ്പോൾ ജിമ്മിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കണ്ടില്ലേ? ആടി സപ്പോർട്ട് ചെയ്താ അടുത്തടിക്കാൻ പോണ ഞാൻ കേട്ടോ. അതാ പോണ്. എടാ മാറിക്കട അവിടെ നിന്ന്. മനസ്സ് ഇവിടെ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ പറയും ഓഫാക്കണ്ട കേട്ടോ. ഞാൻ അടിക്കുന്ന അത്ര എടുത്തോ. ഓക്കെ സെറ്റ്.